ഷഹബാസ് കേരളക്കര വിതുമ്പുന്നു. ദ്രോഹികളെ മാപ്പില്ല നിങ്ങൾക്കാർക്കും, മായാത്ത നോവായി മനസ്സിലെന്നും. വാട്ട് എ ജോക്ക്. എന്നാൽ നിങ്ങൾ മറന്നുപോയ കുറച്ച് പേരുകൾ ഓർമ്മിപ്പിക്കട്ടെ. എറണാകുളത്തെ 15-കാരൻ മിഹിറിനെ നിങ്ങൾ മറന്നില്ലേ? ആത്മഹത്യ ചെയ്തതല്ല, കൊന്നതാണ് ക്രൂരന്മാർ. ജീവൻ നൽകിയ മാതാവിനെ, ജീവനായി കണ്ട കാമുകിയെ, അവൻ ജീവനായി കണ്ട കൊച്ചനുജൻ ഉൾപ്പെടെ 6 പേരെ വെട്ടി 5 പേരുടെ ജീവനെടുത്ത അഫാൻ എന്ന നരഭോജിയെ നിങ്ങൾ മറന്നില്ലേ? ജീവൻ നൽകിയെന്ന കുറ്റം ആരോപിച്ച് സ്വന്തം മാതാവിന്റെ കഴുത്തിൽ കത്തിവെച്ച് കഴുത്തറുത്ത ആഷിഖിനെ നിങ്ങൾ മറന്നില്ലേ? കല്ലും പുല്ലും അടിച്ച് 3 ആളുടെ ജീവനെടുത്ത ഋതുജാനെ ഓർമ്മയുണ്ടോ? ചെന്താമര, നമ്മൾ ആരും മറക്കുമെന്ന് കരുതാത്ത മറ്റൊരു നാമം. സ്വന്തം പ്രിൻസിപ്പളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു SI വരെ കാലുവാരി നിലത്തടിച്ച് ICUയിലാക്കുന്ന വിദ്യാർത്ഥികളുള്ള കാലം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം? അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ആരാണ് തെറ്റുകാർ? രക്ഷിതാക്കളാണോ? അധ്യാപകരാണോ? അതോ നമ്മുടെ സമൂഹമാണോ? അതോ നമ്മളെയൊക്കെ ഭരിക്കുന്ന ഭരണകർത്താക്കളാണോ? അവനൊരു പാവമായിരുന്നു. അധികം ആരോട് സംസാരിക്കാൻ പോവാറില്ല, മിണ്ടാൻ പോവാറില്ല. അവൻ അവന്റെ കാര്യങ്ങൾ മാത്രം നോക്കി അവന്റെ ലോകത്ത് തനിച്ചിരിപ്പാണ്. അവനൊരു നല്ല പയ്യനായിരുന്നു. 6 പേരെ കൊല്ലാൻ ശ്രമിച്ച് 5 പേരുടെ ജീവനെടുത്ത അഫാൻ എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് നാട്ടുകാർ പറയുന്ന വാക്യമാണിത്. ആരോടും മിണ്ടാത്തതും സമൂഹത്തിൽ ഇടപെടാത്തതും രാഷ്ട്രീയ ബോധമില്ലാത്തതും ഒക്കെ നല്ല പയ്യന്റെ ലക്ഷണമാക്കി കണ്ടത് ആരാണ്? ഈ സമൂഹമല്ലേ? അതിലൂടെ ഒരു ആന്റി സോഷ്യലിനെ അല്ലെങ്കിൽ ഒരു സൈക്കോപാത്തിനെ നിർമ്മിച്ചെടുത്തത് ആരാണ്? ഈ സമൂഹമല്ലേ? പുതിയ തലമുറയെ ലഹരിയിലേക്കും ആത്മഹത്യയിലേക്കും അതുവഴി കൊലപാതകങ്ങളിലേക്കും നയിക്കുന്നത് ആരുമായിട്ടും കമ്മിറ്റഡ് അല്ല, ഒന്നുമായിട്ടും എൻഗേജ്ഡ് അല്ല എന്ന ആന്റി സോഷ്യലിസ്റ്റ് മനോഭാവമല്ലേ? മനുഷ്യരെന്ന സാമൂഹ്യ ജീവിയുടെ വംശനാശമാണ് ഇതുവഴി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് അത് വലുതാകുന്നത് വരെ പാരന്റ്സിന്റെ ഉള്ളിൽ തീയാണ്. വീട്ടിൽ പോകാൻ പറഞ്ഞതിന് പോലീസുകാരന്റെ കാലുവാരി നിലത്തടിക്കുക, കൂവി വിളിച്ചതിന്റെ പേരിൽ സ്വന്തം സഹപാഠിയെ കൊലപാതകം ചെയ്യുക, ടൂർ വിടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക. ഈ പ്രവണതയെല്ലാം പഠിക്കുന്നത് എവിടെ നിന്നാണ്? കല്ലേതാ പുല്ലേതാ എന്ന് അറിയാത്ത കാലഘട്ടത്തിൽ കല്ല് M ആണെന്നും പുല്ല് കഞ്ചാവാണെന്നും പഠിച്ചത് എവിടെ നിന്നാണ്? ഇതിനുള്ള കാരണക്കാരാരാണ്? തെറ്റ് നമ്പർ 1 രക്ഷിതാക്കളെ നിങ്ങളോടാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞും അറിയിച്ചും വളർത്തും. ജീവന്റെ വില, സ്നേഹത്തിന്റെ വില, വിശപ്പിന്റെ വില, പണത്തിന്റെ വില. അതായത് പണത്തിന്റെ വില അറിയുന്ന ഒരു കുഞ്ഞും നിങ്ങൾ ടൂർ വിട്ടില്ല എന്ന പേരിൽ ആത്മഹത്യക്ക് മുതിരില്ല. വിശപ്പിന്റെ വില അറിയുന്ന ഒരു കുഞ്ഞും നിങ്ങൾ ഭക്ഷണം ശരിയല്ല എന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. സ്നേഹത്തിന്റെയും ജീവന്റെയും വിലയുള്ള ഒരു കുഞ്ഞും ജീവനെടുക്കാനായി കൈകൾ പൊക്കില്ല. ഒരു പ്രതിസന്ധിയും അറിയിക്കാതെ നിങ്ങൾ വളർത്തുന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവരൊരു പ്രതിസന്ധിയിലായിരുന്നു. അതല്ലേ അഫാന്റെ കേസിൽ സംഭവിച്ചത്? ഉപ്പാന്റെ തണലില്ലായിരുന്നു അവൻ ഈ കണ്ട കാലം അത്രയും. പെട്ടെന്ന് കടക്കെണി വന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വന്നു. ഈ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള മനോധൈര്യമോ ഊർജമോ അഫാനില്ലാതെ വന്നു. ഇതേ പ്രശ്നം തന്നെയാണ് മറ്റു പല കേസുകളും സംഭവിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് ഇന്നത്തെ പല കുട്ടികൾക്കും അറിയില്ല. അവർ പല രീതിയിൽ അതിനെതിരെ പ്രതികരിക്കുന്നു. ചിലർ ഇതുപോലെ കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നു, ചിലരോ ആത്മഹത്യ ചെയ്യുന്നു, മറ്റു പലരും തൻ്റെ ജീവിതം ഒതുക്കി ജീവിക്കുന്നു. എന്താണ് ഇതിനുള്ള കാരണം? എന്താണ് ഇതിലൊരു മാറ്റം വരേണ്ടത്? നമ്മുടെ കുഞ്ഞുങ്ങളെ സമൂഹം എന്താണെന്നും സമൂഹത്തിൽ അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നും രാഷ്ട്രീയ ബോധം എന്താണെന്നും അവർക്കുള്ള അവകാശങ്ങൾ എന്താണെന്നും എല്ലാം പറഞ്ഞ് നമ്മൾ വളർത്തണം. നിങ്ങളവരെ പുറത്തേക്ക് പറഞ്ഞേ. അവർ ഗ്രൗണ്ടിലൂടെ നടക്കട്ടെ, ഫുട്ബോൾ കളിക്കട്ടെ, ക്രിക്കറ്റ് കളിക്കട്ടെ, എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ് ആവണം. പുറം ലോകം എന്താണെന്ന് അറിയട്ടെ, സമൂഹം എന്താണെന്ന് അറിയട്ടെ, ജനങ്ങൾ എന്താണെന്ന് അറിയട്ടെ. ജനത്തിനോടും സമൂഹത്തിനോടും പ്രതിബദ്ധത. അപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾക്കുള്ള മറ്റൊരു ടെൻഷനാണ് ഇവർ ലഹരിയിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ അടിമപ്പെടുന്നത്. അതിലുമുണ്ട് കാര്യം. അവിടെ ആരാണ് കുറ്റക്കാരൻ? നമ്മുടെ സമൂഹത്തിന് അവിടെ വലിയൊരു പങ്കില്ല. സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ, നമ്മുടെ പോലീസുകാരന്മാർ, ഇവർക്കെല്ലാം അതിൽ പങ്കില്ല. ഇവരെല്ലാം അതിൽ കുറ്റവാളികളല്ല. എങ്ങനെയാണെന്നല്ലേ? കുറ്റവാളികൾക്ക് ആവശ്യമായ ശിക്ഷ നൽകാൻ കഴിയാത്തത് നമ്മുടെ നിയമത്തിന്റെ പരാജയമാണ്. ഒരു കഞ്ചാവ് കേസിലെ പ്രതി അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതി എത്ര കാലം നിങ്ങൾ അകത്തിടുന്നുണ്ട്? ഒരു മാതൃകാപരമായ ശിക്ഷ
അത് കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ നിയമത്തിന് സാധിക്കുന്നുണ്ടോ? ഇതെല്ലാം ഒരു തരത്തിൽ ഇതിനുള്ളൊരു പ്രോത്സാഹനമല്ലേ? നഞ്ചക്ക് പോലെയുള്ള ഒരു മാരകായുധം കൊണ്ട് തന്റെ സഹപാഠിയെ അടിച്ചു കൊല്ലുമ്പോഴും എവിടെ നിന്നാണ് ഇവർക്ക് ഇത്ര കോൺഫിഡൻസ് ലഭിക്കുന്നത്? ലഹരിയിലേക്കുള്ള പ്രേരണ പുറത്തുനിന്ന് മാത്രമാണെന്ന് കരുതരുത്. നമ്മൾ ഈ കാണുന്ന ദൃശ്യമാധ്യമങ്ങളിലെ സിനിമകൾ മുതൽ റീൽസ് വരെ അതിലുണ്ട്. ലഹരി ഉപയോഗത്തെ ഹീറോയിസമായും രക്തച്ചൊരിച്ചിലുകളെ ഹരമായും നമ്മളെ കാണാൻ പഠിപ്പിക്കുന്ന സിനിമകൾ തുടങ്ങി ഇതിന് ഉത്തരവാദികളാണ്. ഇനി ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്താണ്? മാതൃകാപരമായ ശിക്ഷ ഇതിനെല്ലാം നൽകണം. തൻ്റെ കൂട്ടുകാരൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ കണ്ട് താൻ പേടിക്കണം. അത്തരത്തിലുള്ള ഒരു ലോ ആൻഡ് ഓർഡർ സിസ്റ്റം നമ്മുടെ നാട്ടിൽ വരാം. അവിടെ ഇവിടെ 1, 2 എന്ന് പറഞ്ഞ് നിൽക്കാതെ ഈ മയക്കുമരുന്ന് ഡീലർമാരെ ഒന്നാകെ തേടി പിടിച്ച് അവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകി അതുവഴി മയക്കുമരുന്നിന്റെ ലഭ്യത ഇല്ലാതാക്കാൻ നമുക്കാവണം. മനുഷ്യനെ ഇല്ലാതാക്കുന്ന ലഹരിക്കെതിരെ ഒട്ടനവധി പദ്ധതികൾ ഇനിയും ആവിഷ്കരിക്കണം. മനുഷ്യന്റെ പച്ചിറച്ചിക്ക് പുല്ലുവില പോലും കൽപ്പിക്കാത്ത സിനിമകൾ നമ്മൾ വർജിക്കണം. നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനും കൂട്ടുകൂടാനും ഒരുപാട് കളിസ്ഥലങ്ങൾ നമ്മൾ നിർമ്മിച്ചു നൽകണം. അതുവഴി ലഹരിയിൽ തളരാത്ത സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള, രാഷ്ട്രീയ ബോധമുള്ള ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെല്ലാമായി നമ്മൾ സമൂഹം ഒരുമിച്ച് നിൽക്കണം. നല്ലൊരു നാളേക്കായി ജയ് ഹിന്ദ്.